യൂണിവേഴ്സിറ്റി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി എന്നിങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളെ കുറിച്ചാണ്. എന്നാൽ ഇതിനേക്കാൾ എത്രയോ 10 മടങ്ങ് അറിവുകളും അതുപോലെ തന്നെ പുസ്തകങ്ങളും ഉണ്ടായിരുന്ന ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു ലോകത്ത്. അത് മറ്റെങ്ങുമല്ല, നമ്മുടെ ഭാരതത്തിലായിരുന്നു. ആ യൂണിവേഴ്സിറ്റിക്ക് എന്ത് സംഭവിച്ചു? നളന്ദ യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണ് നാം പറയുന്നത്. ഈ യൂണിവേഴ്സിറ്റി നശിപ്പിക്കാനുണ്ടായ കാരണം കേട്ടാൽ നിങ്ങൾക്ക് ചിരി വരും. ഒരു നന്ദികേടിന്റെ കാരണം. ഒരു രാജാവിനെ സഹായിച്ചതിൽ, അതായത് അദ്ദേഹത്തിന്റെ രോഗം മാറ്റിയതിന് പകരം അദ്ദേഹം ആ യൂണിവേഴ്സിറ്റിയും അതിനു ചുറ്റുമുള്ള എല്ലാ ഭാഗങ്ങളും നശിപ്പിച്ചു, തീ വെച്ച് നശിപ്പിച്ചു. ആ പുസ്തകങ്ങൾ കത്തിത്തീരാൻ 6 മാസത്തിലധികം സമയമെടുത്തു. അദ്ദേഹം കഷ്ടപ്പെട്ട് 90 ലക്ഷത്തിലധികം പുസ്തകങ്ങളാണ് അഗ്നിക്കിരയാക്കിയത്. ആ മഹാനായ വിഡ്ഢിയായ ആ രാജാവിനെ കുറിച്ച് നമുക്കൊന്ന് കേൾക്കാം. ആ യൂണിവേഴ്സിറ്റിയുടെ കഥ എന്താണെന്ന് നമുക്ക് അറിയാം. ഒരു രാജ്യത്തിന്റെ നട്ടെല്ല് എന്താണ് എന്ന് ചോദിച്ചാൽ അത് ആ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. അപ്പോൾ ആ രാജ്യത്തെ തകർക്കാനും ആ രാജ്യത്തിന്റെ പുരോഗതിക്ക് തുരങ്കം വെക്കാനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തകർത്താൽ മതി. ഇങ്ങനെ ചിന്തിച്ചത് മറ്റാരുമല്ല, ഖിൽജി രാജവംശത്തിലെ ബക്തിയാർ ഖിൽജിയാണ്. അദ്ദേഹം നളന്ദ സർവകലാശാല തീ വെച്ച് നശിപ്പിച്ചു. 9 നിലയുണ്ടായിരുന്നു അവിടുത്തെ ലൈബ്രറിക്ക്. അതിൽ 90 ലക്ഷത്തിലധികം പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. ഇവ കത്തിത്തീരാൻ 6 മാസത്തിലധികം സമയമെടുത്തിരുന്നു. ഇതുകൊണ്ട് ഭാരതത്തിനുണ്ടായ നഷ്ടം, ഭാരതത്തിന് മാത്രമല്ല ലോകത്തിനുണ്ടായ നഷ്ടം നമുക്ക് ഊഹിക്കാവുന്നതിൽ അപ്പുറമാണ്. ഈ നളന്ദ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ചരിത്രവും ചരിത്രശേഷിപ്പും തൊട്ടറിയാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. ലോക പ്രശസ്ത യൂണിവേഴ്സിറ്റി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്നത് ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റികളെ കുറിച്ചാണ്. എന്നാൽ ഈ യൂണിവേഴ്സിറ്റികൾ ഉണ്ടാവുന്നതിനൊക്കെ വളരെ മുമ്പ് തന്നെ അറിവാൽ സമ്പന്നമായ ഒരു യൂണിവേഴ്സിറ്റി നമുക്കുണ്ടായിരുന്നു. ഒന്നല്ല, ഒരുപാട് യൂണിവേഴ്സിറ്റികൾ നമുക്കുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു സർവകലാശാല, ആ സർവകലാശാലയുടെ അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ കാവൽക്കാർ ചോദിക്കുന്ന 10 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണമായിരുന്നു. കാരണം അവിടെ നിൽക്കുന്ന കാവൽക്കാരുടെ അറിവ് പോലും നമുക്ക് ഊഹിക്കുന്നതിൽ അപ്പുറമായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഗുരുക്കന്മാരുടെയും ജ്ഞാനപണ്ഡിതരുടെയും വിദ്യാർത്ഥികളുടെയും റേഞ്ച് എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ആ യൂണിവേഴ്സിറ്റി ഇന്ന് നിലനിന്നിരുന്നുവെങ്കിൽ ഭാരതം വേറെ ലെവൽ ആകുമായിരുന്നു. ഭാരതം മാത്രമല്ല, ലോകവും. ഭാരതം ലോകത്തിന് നേതൃത്വവും മാതൃകയും ആകുമായിരുന്നു. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം നമ്മുടെ ശത്രുക്കൾ ആദ്യം തകർത്തത് ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളെ ആയിരുന്നു. അതും നിസ്സാര കാരണത്തിന്റെ പേരിൽ. നമ്മുടെ സർവകലാശാലകൾ അറിവിന്റെ നിറകുടമായിരുന്നു. നളന്ദയുടെ പേര് തന്നെ നളന്ദ എന്നിങ്ങനെയായിരുന്നു. ഈ വാക്കിന്റെ അർത്ഥം അൺസ്റ്റോപ്പബിൾ ഫ്ലോ ഓഫ് നോളജ് എന്നായിരുന്നു. ഒരിക്കലും നിലയ്ക്കാത്ത അറിവിന്റെ ഒഴുക്ക് എന്നിങ്ങനെയായിരുന്നു ഇതിന്റെ അർത്ഥം. പുരാതന ഭാരതത്തിലെ യൂണിവേഴ്സിറ്റി എന്ന് കേൾക്കുമ്പോൾ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഹിന്ദുമത ഗ്രന്ഥങ്ങളെക്കുറിച്ചും ഹിന്ദു മതത്തെക്കുറിച്ചും മാത്രം പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഇത് എന്ന്. എങ്കിൽ നിങ്ങളെ ധാരണ തെറ്റാണ്. കാരണം ഇവിടെ സാഹിത്യം, തിയോളജി, മെഡിസിൻ, ഫിലോസഫി, മാത്സ്, ലോജിക്, വാനനിരീക്ഷണം, അങ്ങനെ എല്ലാ വിഷയവും ഇവിടെ പഠിപ്പിക്കുമായിരുന്നു. നളന്ദ യൂണിവേഴ്സിറ്റി അറിവിന്റെ അക്ഷയപാത്രമായിരുന്നു. 9 നിലകളുള്ള ലൈബ്രറി, അവിടെ 90 ലക്ഷത്തിലധികം പുസ്തകങ്ങൾ, അതും വിവിധ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന മഹത് വ്യക്തികൾ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഗ്രന്ഥങ്ങളും അവിടെ ഉണ്ടായിരുന്നു. നളന്ദ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ആധുനിക ലോകം അറിയുന്നത് ഹുയാൻസാങ് ഹാറ്റ്സിംഗ് പോലെയുള്ള ചൈനീസ് ട്രാവലേഴ്സിൽ നിന്നാണ്. 7-ാം നൂറ്റാണ്ടിലാണ് ഹുയാൻസാങ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. അപ്പോൾ അദ്ദേഹം നളന്ദ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച ഗുപ്ത രാജവംശത്തിലെ കുമാരഗുപ്ത ഒന്നാമനെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൂടാതെ 1000 സന്യാസിമാരും 1510 അധ്യാപകരും 3000-ലധികം വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന ഒരു റെസിഡൻഷ്യൽ യൂണിവേഴ്സിറ്റിയെ കുറിച്ചും അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. ഇന്ത്യക്കാർക്ക് മാത്രമായിരുന്നില്ല ഇവിടെ അഡ്മിഷൻ ലഭിച്ചിരുന്നത്. തുർക്കി, ഇന്തോനേഷ്യ, പേർഷ്യ, ചൈന, കൊറിയ, ജപ്പാൻ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ ഇവിടെ പഠനത്തിന് വേണ്ടി എത്തിയിരുന്നു. എൻട്രൻസ് പോലുള്ള ഒരു എക്സാം ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അത് പാസ്സായവർക്ക് മാത്രമേ ഇവിടെ പഠിക്കാനുള്ള അനുവാദം ലഭിച്ചിരുന്നുള്ളൂ. മൊത്തം അപേക്ഷകരിൽ നിന്നും വെറും 30% പേർക്ക് മാത്രമാണ് ഇവിടെ പഠിക്കാനുള്ള അവസരം ലഭിച്ചത്. അത്രയ്ക്ക് കഠിനമായിരുന്നു ആ പരീക്ഷകൾ. ആ സർവകലാശാല കാണാൻ വരുന്നവർ പോലും ഭടന്മാർ ചോദിക്കുന്ന 10 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണമായിരുന്നു. അതും കഠിനമായ ചോദ്യങ്ങളായിരുന്നു. പലർക്കും നളന്ദ സർവകലാശാല കാണുക എന്നതുപോലും ബാലികേറ മലയായിരുന്നു. ഇവിടെ ഉപനിഷത്തിന്റെ ഒറിജിനൽ കഴിയെഴുത്ത് പകർപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ പഠിച്ചിരുന്ന ചിലരുടെ പേരുകൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും നളന്ദ യൂണിവേഴ്സിറ്റിയുടെ പ്രാധാന്യം. ഹർഷവർദ്ധൻ, ധർമ്മപാൽ, നാഗാർജുന, ആര്യഭട്ട എന്നിവർ ഇവിടുത്തെ വിദ്യാർത്ഥികളായിരുന്നു. ഇതിൽ ആര്യഭട്ട ഈ യൂണിവേഴ്സിറ്റിയുടെ ഹെഡായി പ്രവർത്തിച്ചിട്ടുണ്ട്. 800 വർഷത്തിലധികം അറിവ് പകർന്നുകൊണ്ട് നളന്ദ ഭാരതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ആ അറിവിന്റെ സൂര്യവെളിച്ചം മെല്ലെ മെല്ലെ അസ്തമിക്കാൻ
തുടങ്ങി. 3 ആക്രമണങ്ങൾ നളന്ദ നേരിട്ടു. ഇതിലെ ആദ്യത്തെ 2 ആക്രമണത്തിന് ശേഷം നളന്ദ പുനർനിർമ്മാണം ചെയ്യാൻ സാധിച്ചു. എന്നാൽ 3ാമത്തെ ആക്രമണത്തെ അതിജീവിക്കാൻ നളന്ദയ്ക്ക് സാധിച്ചില്ല. 4ാം നൂറ്റാണ്ടിലായിരുന്നു ആദ്യ ആക്രമണം. ഹുനാസിൽ നിന്നാണ് ആദ്യത്തെ ആക്രമണം ഉണ്ടായത്. ഇതൊരു സെൻട്രൽ ഏഷ്യൻ ട്രൈബ് ഗ്രൂപ്പായിരുന്നു. സമുദ്രഗുപ്തന്റെ ഭരണകാലത്തായിരുന്നു ഈ ആക്രമണം. എന്നാൽ സമുദ്രഗുപ്തൻ നളന്ദ പുതുക്കി പണിയുകയും എന്നാൽ 2ാമത്തെ ആക്രമണം ഉണ്ടായത് 7ാം നൂറ്റാണ്ടിൽ ആയിരുന്നു. ഹർഷവർദ്ധൻ ഈ യൂണിവേഴ്സിറ്റി പുതുക്കി പണിയുകയും ചെയ്തു. 3ാമത്തെ ആക്രമണം ഉണ്ടായത് ബക്തിയാർ ഖിൽജിയിൽ നിന്നായിരുന്നു. ഈ ആക്രമണത്തിൽ നളന്ദ എന്നേക്കുമായി നശിച്ചു. ബക്തിയാർ ഖിൽജി നളന്ദ യൂണിവേഴ്സിറ്റി തകർക്കാനുണ്ടായ കാരണം അതൊരു നന്ദികേടിന്റെ കാരണം കൂടിയാണ്. ബക്തിയാർ ഖിൽജിക്ക് അസുഖം ബാധിക്കുകയും അത് മൂർച്ഛിച്ച് മരണത്തോട് മല്ലടിക്കുന്ന സമയം തന്റെ കൂടെ ഉണ്ടായിരുന്ന മുസ്ലിം പണ്ഡിതർക്ക് തന്നെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല എന്ന സത്യം അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ ചുറ്റുമുള്ളവരുടെ വാക്ക് കേട്ട് അദ്ദേഹം നളന്ദയിലെ രാഹുൽ സി ഭദ്രയുടെ ചികിത്സ തേടാൻ നിർബന്ധിതനായി. എന്നാൽ മുസ്ലിം അല്ലാത്ത ഒരാളുടെ ചികിത്സ തേടാൻ ഖിൽജിക്ക് കുറച്ചിലായിരുന്നു. അങ്ങനെ വേറെ വഴിയില്ലാതെ രാഹുൽ സി ഭദ്രയുടെ ചികിത്സ തേടാൻ അദ്ദേഹം തീരുമാനിച്ചു. പക്ഷേ രാഹുൽ സി ഭദ്രയോട് അദ്ദേഹം ഒരു നിബന്ധന മുന്നോട്ട് വച്ചിരുന്നു. നിങ്ങൾ നൽകുന്ന യാതൊരു മരുന്നും ഞാൻ ഭക്ഷിക്കില്ല എന്നായിരുന്നു ആ നിബന്ധന. എന്നാൽ രാഹുൽ സി ഭദ്ര ഈ നിബന്ധന ഒരു വെല്ലുവിളിയായി അദ്ദേഹം ഏറ്റെടുത്തു. അദ്ദേഹം ചികിത്സ തുടങ്ങി. ആദ്യം അദ്ദേഹം ചെയ്തത് ഖിൽജിക്ക് വായിക്കാൻ ഖുർആൻ നൽകുകയായിരുന്നു. പിന്നീട് തന്റെ ചികിത്സ അദ്ദേഹം തുടങ്ങി. ഒടുവിൽ ഖിൽജിയുടെ എല്ലാ അസുഖവും മാറി. ഖിൽജി സുഖം പ്രാപിച്ചു. പക്ഷേ ബക്തിയാർ ഖിൽജിക്ക് അസുഖം ഭേദമായ സന്തോഷം തീരെ ഇല്ലായിരുന്നു. കാരണം ഒരു അമുസ്ലിമിന്റെ ചികിത്സ കൊണ്ടാണ് തന്റെ അസുഖം ഭേദമായത്. ഈ ചിന്ത ഖിൽജിയെ വല്ലാതെ വിഷമത്തിലാഴ്ത്തി. തന്റെ കൂടെയുള്ള മുസ്ലിം പണ്ഡിതർക്ക് അറിയാത്ത പാണ്ഡിത്യം എവിടെ നിന്നാണ് ഇദ്ദേഹത്തിന് കിട്ടിയതെന്ന് ഓർത്ത് അദ്ദേഹം വ്യാകുലപ്പെട്ടു. ഈ ഒരു സംഭവം തന്റെ അഭിമാന പ്രശ്നമാണെന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചു. അങ്ങനെ അദ്ദേഹം ഈ വൈദ്യരുടെ അറിവിന്റെ ഉറവിടം തകർക്കാൻ തീരുമാനിച്ചു. നളന്ദ യൂണിവേഴ്സിറ്റിയുടെ ധർമ്മഗഞ്ച് എന്ന് അറിയപ്പെടുന്ന ലൈബ്രറിയാണ് ഇദ്ദേഹത്തിന്റെ അറിവിന്റെ ഉറവിടമെന്ന് ഖിൽജി മനസ്സിലാക്കി. അക്കാലത്ത് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ഗ്രന്ഥാലയമായിരുന്നു ഈ ലൈബ്രറി. 3 നിലയിലായി 90 ലക്ഷത്തിലധികം പുസ്തകങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അത് മുഴുവനും ഖിൽജി അഗ്നിക്കിരയാക്കി. പുസ്തകങ്ങൾ മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന സന്യാസിമാരെയും മറ്റുള്ളവരെയും ഖിൽജി വധിച്ചു. ചിലരെ ജീവനോടെ അഗ്നിക്കിരയാക്കി. 6 മാസത്തിലധികം സമയമെടുത്തു ഈ ഗ്രന്ഥങ്ങൾ മുഴുവൻ കത്തിയമരാൻ. അത്രത്തോളം പുസ്തകങ്ങളും അമൂല്യ ഗ്രന്ഥങ്ങളും ഒറിജിനൽ കയ്യെഴുത്ത് ഗ്രന്ഥങ്ങളും ഉണ്ടായിരുന്നു. അവയൊക്കെ കത്തി നശിച്ചു. നളന്ദ ഒരിക്കലും വീണ്ടെടുക്കാൻ പറ്റാത്തവണ്ണം നശിച്ചു. നളന്ദ മാത്രമല്ല ബക്തിയാർ ഖിൽജി നശിപ്പിച്ചത്. ബീഹാറിലെ 2 യൂണിവേഴ്സിറ്റികൾ കൂടി അദ്ദേഹം നശിപ്പിച്ചു. ഒന്ന് വിക്രമശില, ഒദന്തപുരി എന്നീ 2 യൂണിവേഴ്സിറ്റികളും അദ്ദേഹം നശിപ്പിച്ചു. എന്തിനു വേണ്ടി ഈ യൂണിവേഴ്സിറ്റികളൊക്കെ നശിപ്പിച്ചു എന്ന് ചോദിച്ചാൽ വെറും അപകർഷത ബോധം. തന്റെ കൂട്ടരേക്കാൾ മറ്റുള്ള കൂട്ടർക്ക് അറിവ് കൂടിപ്പോയി എന്ന ഒരു മഹാപാപം മറ്റുള്ളവർ ചെയ്തു. അതുകൊണ്ടാണ് ആ യൂണിവേഴ്സിറ്റി മുഴുവനും അദ്ദേഹം തകർത്തത്. അവരുടെ വരും തലമുറ കൂടുതൽ അറിവുകൾ നേടരുതുമെന്ന ശാഠ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എന്നാൽ തങ്ങൾ കൂടുതൽ അറിവ് നേടി അവരെ തോൽപ്പിക്കാം എന്ന് ഖിൽജിക്ക് തോന്നിയിട്ടില്ല. അതിനു പകരം അവരുടെ ഗുരുക്കന്മാരെ ഇല്ലാതാക്കി അവരുടെ അറിവിന്റെ ഉറവിടം അത് തകർക്കുകയാണ് അദ്ദേഹം ചെയ്തത്. തങ്ങൾക്കില്ലാത്തത് ആർക്കും വേണ്ട എന്ന ഒരു സമീപനം. ഇതുമൂലം നഷ്ടം ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിനും കൂടിയായിരുന്നു. ലോകത്തിന്റെ വിവിധ തലങ്ങളിലേക്ക് ഉയർത്താനുള്ള അറിവുകൾ അവിടെ ഉണ്ടായിരുന്നു. ആ അറിവിന്റെ നിറകുടമാണ് ബക്തിയാർ ഖിൽജി ഇല്ലാതാക്കിയത്. അതിനുശേഷം 2006 ഡോക്ടർ APJ അബ്ദുൽ കലാം നളന്ദ യൂണിവേഴ്സിറ്റി ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബാക്കി മാറ്റാമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. 2010 നളന്ദ ആക്ട് ഗവൺമെന്റ് പാസാക്കുകയും 2014 മുതൽ നളന്ദ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഈ മുന്നേറ്റത്തിലൂടെ നളന്ദയ്ക്ക് തകർന്നുപോയ തന്റെ പ്രതാപം വീണ്ടെടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അതേപോലെ ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളോ ഫാമിലി മെമ്പേഴ്സും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നന്ദി.